നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി യമുന, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത അല്ലെങ്കിൽ കഴിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യമാണ് ചിക്കന്റെ കാലുകൾ. ചിക്കന്റെ കാലുകൾ എന്ന് പറഞ്ഞാൽ വിരലുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമല്ലേ. നമ്മൾ കൂടുതലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ടാണ് കൂടുതൽ നമ്മൾ ചിക്കൻ വാങ്ങുക. പക്ഷേ സൗത്ത് ആഫ്രിക്ക, ഏഷ്യ, മെക്സിക്കോ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ചിക്കന്റെ കാലുകളുടെ ഈ വിരലുകളുടെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ കണ്ടന്റ് ഓഫ് കൊളാജൻ, അതായത് കൊളാജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു കാലുകളുടെ ഭാഗം. കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്കിൻ, കാർട്ടിലേജ്, ടെൻഡൻസ് ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു ചിക്കന്റെ കാലുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൊളാജൻ ഉള്ളതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു 2 ചിക്കൻ ഫീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 ഗ്രാം. ഇതിൽ തന്നെ കാലറി നോക്കുകയാണെങ്കിൽ ഒരു 150 ഗ്രാമോളം കാലറിയും, പ്രോട്ടീൻ 14 ഗ്രാമും, ഫാറ്റ് 10 ഗ്രാം, കാർബോഹൈഡ്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ 0.14 ഗ്രാം. ബാക്കിയുള്ള മിനറൽസും വൈറ്റമിൻസും നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ B9, ഫോളേറ്റ്, അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ വെറും 2 ചിക്കൻ ഫീറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇതുകൂടാതെ ഏകദേശം ഒരു 70% കൊളാജന്റെ കണ്ടന്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കൊളാജൻ എന്ത് ഫംഗ്ഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ വയ്ക്കുന്നത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ്, സ്കിൻ, അതുപോലെ തന്നെ എല്ലുകൾ ഇതിനൊക്കെ ഒരു നന്നായിട്ട് ഷേപ്പ് കൊടുക്കുന്നതിനും സ്ട്രെങ്ത് കൊടുക്കുന്നതിനും കൊളാജൻ നല്ലൊരു റോൾ വഹിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഗുണമാണ് സ്കിന്നിന്റെ ഹെൽത്തിന്. സ്കിന്നിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ധാരാളമായിട്ട് കൊളാജന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളാജൻ സപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമ്പനീസ് കുറെ കാര്യങ്ങൾ ഇറക്കുന്നുണ്ട്. ഈ കൊളാജൻ എന്തിനാണ് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം, ഈ കൊളാജൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും, അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ടൊന്ന് പ്ലംപി ആയിട്ടിരിക്കുക, ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നതിനും, സ്കിന്നിൽ ഇപ്പൊ എന്തെങ്കിലും റഫ്നെസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ചിട്ട് സ്കിന്നിന്റെ ഏജിങ്ങിനെ നന്നായിട്ട് കുറയ്ക്കുക. അതായത് പ്രായം കൂടുന്ന ഒരു കാര്യമില്ലേ, ഏജിങ്ങിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ചുളിവുകളെ നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കുന്നതിനും, ഇപ്പോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കുറെ സ്കിന്നിൽ സൺ ബേൺ പോലെയുള്ള കാര്യങ്ങൾ, സൺ ഡാമേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു, അതിനെല്ലാം റിപ്പയർ ചെയ്യുന്നതിനും കൊളാജൻ നല്ലൊരു റോള് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും കാശൊക്കെ കൊടുത്തിട്ട് കൊളാജന്റെ സപ്ലിമെന്റ് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്താൽ തന്നെ അത്രയും ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്ധികളിലെ വേദന, ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ ഈ ചിക്കന്റെ ഫീറ്റ് എന്ന് പറയുന്നത്. കാരണം റിസർച്ച് സ്റ്റഡീസ് വരെ പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന കൊളാജൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ടിഷ്യൂ, ശരീരത്തിൽ കാണുന്ന ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യുന്നതിനും അതിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കും. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള കാര്യങ്ങൾ, സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ ആ ഒരു ലക്ഷണങ്ങളെ കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് കൊളാജൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി കൂട്ടുന്നതിന് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കൂടുതൽ മാർത്തവം നിന്ന സ്ത്രീകൾക്കൊക്കെ ധാരാളം ബെനിഫിറ്റ് കൊടുക്കും. ഏകദേശം 102 സ്ത്രീകൾ നടത്തിയിട്ടുള്ള ഒരു വർഷത്തോളം നടത്തിയിട്ടുള്ള റിസർച്ച് സ്റ്റഡീസിൽ അവർക്ക് കാണാൻ സാധിച്ചത് കൃത്യമായിട്ട് 5 ഗ്രാമോളം കൊളാജൻ അവർ ഭക്ഷണത്തിൽ കൊടുത്തതിലൂടെ അവർക്ക് ഒരു വർഷത്തോളം സ്ത്രീകളിലെ ബോണിന്റെ ഡെൻസിറ്റി കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ അവർ എത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളാജൻ എന്ന് പറയുന്ന ഒരു കാര്യം ബോൺ മാസ് കൂട്ടുന്നതിന് മേജർ ആയിട്ട് റോള് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇതിന് മറ്റു പല ഗുണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാർട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ. ഹാർട്ടിലത്തെ മസിൽസിനൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കാനും ഈ ചിക്കന്റെ വീറ്റ് നല്ല റോള് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സൂപ്പ് വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കാം, ഏതെങ്കിലും ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാനും കൂടി നോക്കുക. പിന്നെ നാടൻ ചിക്കന്റെ ഫീറ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാനും കൂടി നോക്കുക. നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ടല്ലോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കാലുകൾ, ചിക്കന്റെ ഫീറ്റ് അതിലേക്ക് ഇടുക. ചൂടുവെള്ളത്തിലേക്ക് ഒരു 20 സെക്കൻഡ് ഇട്ടതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് അത് മാറ്റുക. തണുത്ത വെള്ളത്തിലേക്ക് അത് മാറ്റുന്നതിലൂടെ അതിന്റെ സ്കിന്നുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ആ സ്കിൻ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കറി വെച്ചോ അല്ലെങ്കിൽ സൂപ്പായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആഴ്ചയിൽ നിങ്ങൾക്ക് ജോയിന്റ്സിൽ വേദന ഉള്ളവരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കണം, ഹാർട്ടിനെ ഹെൽത്തി ആയിട്ട് വെക്കണം, നിങ്ങൾക്ക് ബോൺസിനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടമായിട്ട് സോപ്പ് പോലെയൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ കളയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അറിയില്ല അതിൽ എത്രത്തോളം ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.